ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളെ എനിക്ക് വേണം അമ്മേ. ഋതിക എനിക്ക് വേണം. സ്വത്തിന് വേണ്ടി മാത്രമല്ല, അതിപ്പോ എന്റെ വാശിയും കൂടിയാ. ശരി മോനെ, നമുക്കെല്ലാത്തിനും വഴിയുണ്ടാക്കാം. നീ ആദ്യം ഒന്ന് സമാധാനപ്പെട. ഇല്ലമ്മേ. ഭാവി എന്താടാ? നാശം പിടിക്കാനായിട്ട് ദിവ്യേ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നിട്ട് ഇതിനൊക്കെ? എല്ലാവരുടെയും മുന്നിൽ വെച്ച ആള് മാറി എനിക്ക് നിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു. ആ രാജു പറയുന്നത് കേട്ട് നീ വീണ്ടും എന്റെ ജീവിതം തുലയ്ക്കാനായിട്ട് കേറി വന്നല്ലോടി. എന്താടി നിന്റെ നാറങ്ങി പോയോ? ഡീ, ഞാൻ നിന്നോടാ സംസാരിക്കുന്നത്. എനിക്ക് ദീപക് സാറിനോട് ഒന്നും സംസാരിക്കാനില്ല. ദീപക് സാറ് എന്നെ സ്വീകരിക്കാൻ തയ്യാറല്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് വർമ്മ സാറിന്റെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദീപക് സാർ പറയണമായിരുന്നു. ദീപക് സാർ അപ്പൊ നിശബ്ദനായി നിന്നിട്ട് ഇപ്പൊ ഇവിടെ ഞാൻ ഒറ്റയ്ക്കായപ്പോ വെറുതെ എന്റെ മെക്കിട്ട് കയറരുത്. എന്താടി ഭീഷണിയാണോ? ദീപക് സാറിനെ ഭീഷണിപ്പെടുത്താൻ ഞാൻ ആളൊന്നുമല്ല. പക്ഷെ എനിക്ക് എന്റെ ജീവിതം നോക്കണം, എന്റെ കുഞ്ഞിന്റെ ജീവിതം നോക്കണം. അതിന് നീ എന്റെ ജീവിതം ബലിയാടാക്കൂ? ദീപക് സാർ ഇങ്ങനെ മനസാക്ഷി ഇല്ലാത്ത ആളായി പോവരുത്. ഈ കുഞ്ഞെങ്ങനെയാ ഉണ്ടായെന്ന് ദീപക് സാറിനും അറിയാം, എനിക്കും അറിയാം. എനിക്കൊന്നും വേണ്ട. ദീപക് സാറിന്റെ ഭാര്യസ്ഥാനം ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. സ്വത്തുക്കളോ പണമോ ആഭരണങ്ങളോ ഒന്നും കൊതിച്ചിട്ടില്ല. ദീപക് സാറിന്റെ ഭാര്യയാവാനും കൊതിച്ചിട്ടില്ല. എന്റെ വയറ്റിലുണ്ടായി ഈ ഭൂമിയിൽ പിറന്ന കുഞ്ഞിന് കിട്ടേണ്ട നീതി കിട്ടണം. അതിനു വേണ്ടിയാ ഞാൻ രാജുവേട്ടൻ പറഞ്ഞിട്ട് ഇവിടെ വന്നത്. അറിയാം, എല്ലാം അവന്റെ ബുദ്ധിയാണെന്ന് എനിക്കറിയാം. നിങ്ങളെ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല. ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് എന്നെ പെടുത്തി. പക്ഷേ എനിക്കൊരു അവസരം ഉണ്ടാവും. അന്ന് നിന്നെയും നിന്റെ കുഞ്ഞിനെയും ആ രാജുവിനെയും അവന്റെ പുറകെ നടക്കുന്ന ഹൃദയെ കിട്ടും. എല്ലാവർക്കുള്ള പണി ഈ ദീപക് തരും. ദീപക് സാറിന് നാണാവുന്നില്ലേ? എന്റെ ജീവിതം നശിപ്പിച്ചു, പിന്നെ അതുപോലെ ഒത്തിരി പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചെന്നും പറയുന്നു. പിന്നെന്തിനാ ഇപ്പോഴും ഋതിക മാഡത്തിന്റെ പിന്നാലെ ദീപക് സാർ നടക്കുന്നേ? എടി, നീ എന്നെ കൂടുതൽ ഉണ്ടാക്കാൻ വരല്ലേ. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. നിന്റെ ഉദ്ദേശം നടന്നല്ലോ. നിനക്കിപ്പോ സമാധാനമായല്ലോ. നീ നിന്റെ കുഞ്ഞുമായിട്ട് കുറച്ചു നാൾ ഇവിടെ നിൽക്ക. എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഞാൻ ചെയ്തോളാം. ഇനി എന്റെ നേരെ എങ്ങാനും വട്ടം നിൽക്കാൻ വന്നാ നിനക്കെന്നെ അറിയാലോ. ഇത് എനിക്കുണ്ടായ കുഞ്ഞാണെന്നൊന്നും ഞാൻ നോക്കില്ല. എന്നെ എന്റെ കുഞ്ഞിനെയും ദീപക് സാർ ഒരു ചുക്കും ചെയ്യില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച അതിന്റെ ഉത്തരവാദി ദീപക് സാർ ആയിരിക്കുമെന്ന് രാജുവേട്ടൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ കൊടുത്ത കേസൊക്കെ ഇപ്പോഴും സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. മതിയടി, നിന്റെ ഭീഷണിപ്പെടുത്തലൊക്കെ മതി. നീ ആസ്വദിക്കണേ. നിന്റെ മകനുമായിട്ട് നീ വീട്ടിൽ നിന്ന് സൂയിക്ക. ഇതിന്റെ ശബ്ദം കേൾക്കുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്ക. എടി, അവന്റെ കരച്ചിലും നിർത്ത്. ഇതിന്റെ കരച്ചിൽ കേൾക്കുമ്പോഴേ എനിക്ക് ഭ്രാന്ത് പിടിക്കും. കരച്ചിൽ നിർത്ത് ദിവ്യേ. അതൊരു കൊച്ചു കുഞ്ഞല്ലേ, അതിന് കരയാനല്ലേ അറിയൂ. അതിനുള്ള അവകാശം പോലെ വീട്ടിലില്ലേ? അവകാശം? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇതിനൊന്നും ചെയ്യാനും പറ്റുന്നില്ലല്ലോ. മോശം. മോനെ, കരയില്ലേടാ. ശബ്ദിക്കരുത് നീ. എവിടെയോ കിടന്ന വേലക്കാരിക്ക് വയറ്റിലുണ്ടാക്കിയിട്ട് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് തല കുനിച്ച് നിന്നിട്ട് കാര്യമില്ല. എടാ, എന്താ ചെയ്യേണ്ടെന്ന് ആലോചിക്കേ. എല്ലാത്തിനും കാരണം ആ രാജു ഋതികയാണമ്മേ. അവര് നമുക്കിട്ട് വെച്ച പണിയാ. എല്ലാം നിനക്ക് അറിയാലോ. എടാ, എല്ലാം അറിയാവുന്ന നീ തന്നെ നിന്നെ കൺട്രോൾ ചെയ്യണമായിരുന്നു. നിനക്ക് സ്വയമായിട്ട് നിയന്ത്രണമില്ല. നീ നിനക്ക് തോന്നുന്നത് ചെയ്. എന്നാ അതിന്റെ ഫലം അനുഭവിക്കുന്നതേ
നീ മാത്രമല്ല ഞാനും കൂടിയാണെന്ന് ഓർക്കണം. അമ്മേ ക്ഷമിക്ക്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇനി ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് ഊരിത്താ അമ്മേ. എനിക്ക് ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ വയ്യ അമ്മേ. എനിക്കും അത് കേൾക്കുന്നത് ഇറിറ്റേഷനാ മോനെ. പക്ഷേ വേറെ വഴിയില്ല. നമുക്കിനി കുറച്ചുനാള് ആ കൊച്ചിന്റെ കരച്ചിൽ കേട്ടേ മതിയാവൂ. ശ്ശേ. തീരുമാനം എടുത്തിരിക്കുന്നതേ പ്രതാപനാ. അവന്റെ തീരുമാനത്തെ മറികടക്കാൻ ഇപ്പൊ അമ്മയ്ക്ക് അവകാശമില്ല. അതുകൊണ്ട് നീയൊന്ന് ക്ഷമിക്കേ. ആ, ഇല്ല അമ്മേ. ഭ്രാന്ത് കയറിയാലേ ചിലപ്പോ അവളെ അവളുടെ കുഞ്ഞിനെ ഞാൻ കൊന്നുകളയും. എടാ മോനെ, നീ അവിവേകം ഒന്നും കാണിക്കരുത്. ദേ, ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാ എടുത്തു ചാടരുതെന്ന്. നീ ഒന്ന് സമാധാനപ്പെട്. നീ പോയി ഗസ്റ്റ് റൂമിലോ എവിടെയാന്ന് വെച്ചാ റെസ്റ്റ് എടുക്ക. ചെല്. എടാ, നമുക്ക് സമയം എടുത്ത് വേണ്ട എന്താന്ന് വെച്ചാ ചെയ്യാം. ശരി അമ്മേ. അമ്മേ സോറി. ഞാൻ ചെയ്ത തെറ്റ് കാരണം ഋതിക എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. നമ്മുടെ പ്ലാൻ എല്ലാം നമ്മുടെ മുമ്പിൽ കൂടെ തന്നെ കുത്തി ഒഴുകിപ്പോയി. ഇനി എനിക്ക് അവസരം ഉണ്ടാവും. അവളെ എനിക്ക് വേണം അമ്മേ. ഋതിക എനിക്ക് വേണം. സ്വത്തിന് വേണ്ടി മാത്രമല്ല, അതിപ്പോ എന്റെ വാശിയും കൂടിയാ. ശരി മോനെ, നമുക്കെല്ലാത്തിനും വഴിയുണ്ടാക്കാം. നീ ആദ്യം ഒന്ന് സമാധാനപ്പെട്. ഇല്ലമ്മേ, എനിക്ക് സമാധാനം കിട്ടുന്നില്ല. എന്റെ സമാധാനം എല്ലാം പോയി. ഞാൻ ഗസ്റ്റ് റൂമിലുണ്ടാവും.